പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചിന്തകളും അവയുടെ ശക്തികളും. സദൃശവാക്യം 23-7 വചനത്തിൽ അവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു. തിന്നു കുടിച്ചു കൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും, അവൻ്റെ ഹൃദയം നിനക്ക് അനുകൂലമല്ല. ഈ വാക്യം പറയുന്നത് ഒരു വ്യക്തിയുടെ ഹൃദയത്തിലെ കണക്കുകൂട്ടുകൾ അവരുടെ പ്രവൃത്തിക്ക് നിർണ്ണയിക്കണം എന്നാണ്. സുഭാഷിതങ്ങളിൽ പറയുന്നത്, അതിനാൽ ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കുന്ന സലോമൻ പറയുന്നത്, ഒരാളുടെ വാക്കുകൾ മാത്രം കേട്ട് അവനെ വിശ്വസിക്കരുത്, അവൻ്റെ പ്രവൃത്തികൾ കൂടി കണ്ടു വേണം വിശ്വസിക്കാൻ. ഉദാഹരണത്തിന്, ഒരു വ്യക്തി നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ സ്നേഹിതനാണ്, ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് വാക്കുകൾ കൊണ്ട് മാത്രം പറയുമ്പോൾ അവൻ നിങ്ങളെ സഹായിക്കാൻ ഒന്നും ചെയ്യുന്നില്ല. ഈ സാഹചര്യത്തിൽ അവരുടെ വാക്കുകൾ മാത്രം കേട്ട് അവരെ വിശ്വസിക്കരുത്. ഒരു വ്യക്തി നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ സുഹൃത്താണ്, ഞാൻ നിങ്ങളെ പിന്തുണയ്ക്കാം, എന്നാൽ അവരുടെ പ്രവൃത്തികളെ അവരുടെ വാക്കുകൾക്ക് വിപരീതമാണ്. അവർ നിങ്ങളെ പിന്തുണയ്ക്കുന്നില്ല, ഒന്നും ചെയ്യുന്നുമില്ല. ഈ സാഹചര്യത്തിൽ അവരുടെ മാത്രം കേട്ട് അവരെ വിശ്വസിച്ചുകൂടാ, അവരുടെ പ്രവൃത്തി കൂടി കാണണം. ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്, ഒരു വ്യക്തിയുടെ ഹൃദയത്തിലെ ഉള്ളടക്കം അവരുടെ പ്രവൃത്തികളെ നിർണ്ണയിക്കുന്നു. ഹല്ലേലൂയ. 2, വാക്കുകൾ മാത്രം പോരാ, പ്രവൃത്തി കൂടെ വിശ്വസിക്കണം, അവരുടെ പ്രവൃത്തികളെ നോക്കണം. 3, ജാഗ്രതയോടെ ഇരിക്കണം, പ്രത്യേകിച്ച് മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിൽ നാം അവരുടെ പ്രവൃത്തി കൂടി നോക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ ചിന്തകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇതിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നു. മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിന് ജാഗ്രത. ഒരാളെ വിശ്വസിക്കുന്നതിന് മുമ്പ് അവരുടെ പ്രവൃത്തികൾ നോക്കുക, അവരുടെ വാക്കുകൾ മാത്രം കേട്ട് അവരെ വിശ്വസിക്കരുത്. 2, നിങ്ങളുടെ സ്വന്തം പ്രവൃത്തികൾ നോക്കുക. നിങ്ങളുടെ സ്വന്തം പ്രവൃത്തികൾ നിങ്ങൾ ഹൃദയത്തിലെ ഉള്ളടക്കമായിരിക്കും പ്രതിഫലിപ്പിക്കുന്നത്. നിങ്ങളുടെ പ്രവൃത്തികൾ നല്ലതാണ് ഉറപ്പുവരുത്തുക. 3, വാക്കുകളും പ്രവൃത്തികളും യോജിപ്പിക്കുക. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ പ്രവൃത്തികളുമായി യോജിപ്പിക്കുന്നത് നല്ലതാണ്, ഉറപ്പുവരുത്തണം. ഇത് നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു. സദൃശവാക്യം 23-7 ബിസിനസ് സംബന്ധമായി ഇത് നിങ്ങൾ വിശ്വസിക്കുക, കാരണം വിശ്വാസം വർദ്ധിപ്പിക്കുക. 1. 2, ഉപദേശങ്ങളെ സന്തോഷിപ്പിക്കുക, ഉപഭോക്താക്കളെ സന്തോഷിപ്പിക്കുക. 3, തൊഴിലാളികളെ പ്രേരിപ്പിക്കുക. 4, ബിസിനസ് പ്ലാൻ നടപ്പിലാക്കുക. ഇതാണ് നിങ്ങളുടെ പ്രവൃത്തികൾ. എന്നാൽ നിങ്ങൾ വിജയിക്കും. നല്ല പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ഈ ചിന്തകൾ എപ്പോഴും നമ്മൾ പ്രവൃത്തിയിലൂടെ ഉപയോഗിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മെ ജനം വിശ്വസിക്കത്തുള്ളൂ. ചില ചീത്ത ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വന്നാൽ അതെല്ലാം വിട്ടുകളയണം. ചീത്ത ചിന്തകൾ നമ്മളെ സന്തോഷത്തിലേക്കോ ഉല്ലാസത്തിലേക്കോ കൊണ്ടുപോകത്തില്ല. സ്നേഹം, മറ്റുള്ളവരോടുള്ള കരുണയും അതെല്ലാം നമ്മെ നശിപ്പിച്ച് കളയും. പകയും വിദ്വേഷവും എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് പോകണം. നമുക്ക് നല്ലതാണ് വേണ്ടത്. നമ്മുടെ നല്ല ചിന്ത നമ്മുടെ ശക്തിയാണ്. ചിന്ത ശക്തിയാണെങ്കിൽ യേശുവിനെ പൂർണ്ണമായി സ്വീകരിക്കണം. യേശുവിലാണ് ശക്തിയിരിക്കുന്നത്. ശക്തി യേശുവാണ്. യേശുവിൻ്റെ കരത്തിലാണ് ശക്തി. യേശുവിൻ്റെ കരത്തിലാണ് ശക്തി എന്ന് പറയുമ്പോൾ യേശു പ്രവർത്തിക്കുന്നതാണ് ശക്തി. ശക്തിമാൻ ശക്തിയോടെ പ്രവർത്തിക്കും. അവൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വാക്കുകളും അതെല്ലാം നല്ല ചിന്തയായിരിക്കണം, നല്ല പ്രബോധനം കൊടുക്കുന്നതായിരിക്കണം, അത് പ്രയോജനമുള്ളതായിരിക്കണം, അത് പ്രവർത്തിക്കുന്നതായിരിക്കണം, അത് ദൈവവുമായിട്ടുള്ള ബന്ധമുള്ളതായിരിക്കണം. അവൻ്റെ പ്രവൃത്തിയും ദൈവവുമായിട്ട് ഒരു ബന്ധം വേണം. നല്ല ചിന്തകൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ നല്ല ചിന്തകൾ കൊണ്ട് ഞങ്ങൾ അനുഗ്രഹമായി തീരുവാൻ ദൈവമേ അവിടെ നിന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചിന്തയും ദൈവത്തിൻ്റെ ചിന്തയുമായി യോജിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ചിന്തയും ഞങ്ങളുടെ ചിന്തയും ഒരുപോലെയായി തീരുവാൻ, മറ്റുള്ളവരെ സഹായിക്കുവാൻ ഇടയായിത്തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ ആഭരിക്കണമേ. ഇത് കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുനാഥ് തന്നെ. ആമേൻ.